ഗൈസ്, അപ്പൊ നമ്മുടെ മാമുദീസ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ മാമുദീസയും ബാക്കി പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു കളർഫുൾ വ്ളോഗ് ആയിരിക്കും. കളർഫുൾ അല്ല, എല്ലാവരും വൈറ്റിലാണ്. അല്ല, വൈറ്റിലല്ല, വൈറ്റ് ഡ്രസ്സിലാണ്, എല്ലാവരും വൈറ്റിലാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്നുകൂടി ഒന്ന് പറയോ? ഈ കൈ ഇപ്പൊ പറഞ്ഞ തന്നെ വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ക്യാമറ നടന്നില്ലേ? പാട്ടൊക്കെ പാടിയാലോ? ഒരു പാട്ട് പാടുമോ? ആ, ചുമ്മാ സിമ്പിൾ ആയിട്ട് വാവയ്ക്ക് നമ്മള് പാട്ടൊക്കെ പാടി കൊടുക്കില്ലേ? നമ്മുടെ ഭാഷയിൽ നമ്മൾ പാടില്ലേ? എന്താ പറയാ, സാരി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്താൽ മതി. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഇനി സാരി വീഡിയോയിൽ പറയണ്ട, ചേച്ചിയോട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഇനി സാരി ഇടണം. സാരില്ല, കമ്മലൊക്കെ ഇടാനും വന്നില്ല, എത്ര സമയം കളയാണെന്ന് വിചാരിച്ചിട്ടാ. ഡാഡ പാട്ട് പാടിത്തരട്ടെ ഗുബോയ്ക്ക്? ഡാഡയുടെ ഗുബോയെ, എന്റെ സൂപ്പർ ഗുബോയെ, എന്റെ ഡാഡയുടെ ഗുബോയെ, എന്റെ സൂപ്പർ ഗുബോയെ. ഗുബോയിലടാ ഗുബോയ്. എടാ, ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന് നാടൻ വേർഷൻ സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഈ ഷോപ്പേ കാണണ്ടേ? ഈ ഷോപ്പാ അല്ലേ? ഇതിനെ കൂടെ ആരൊക്കെ വരും എന്നറിയുന്നുണ്ട്. വല്യപ്പ വരും, എലുമ്മ വരും, അപ്പാപ്പ വരും, അമ്മമ്മ വരും, അപ്പച്ചൻ വരും, അമ്മച്ചി വരും. ഇത് മുടി ചെയ്യണ്ടോ നിനക്ക്? ആ ചെറുതായിട്ടൊന്ന് മുടി ചെയ്ത് കൊടുക്കാം. കൊച്ചിനെ എടുക്കാം, ഡിബിൻ കൊച്ചിനെ എടുക്കാം. മൈ സുന്ദരി ഭാര്യ. ടെൻഷൻ അടിച്ചിട്ടുള്ള ഞാൻ, എനിക്ക് അവന്റെ കല്യാണം പോലെ എനിക്ക് തോന്നുന്നു. കല്യാണം? അപ്പൊ കല്യാണത്ത് എന്തായിരിക്കും? ഇത്ര സൂം, എന്റെ ദൈവമേ. ചന്ദ്രന്റെ കുഴികളെല്ലാം കാണാൻ പറ്റും. ഓക്കെ അല്ലേ മമ്മി? മണവാളന്മാരോട് ഞാൻ നേരത്തെ റെഡിയായിരിക്കും മണവാളന്മാരെ എന്ന് പറഞ്ഞതാ. ഓട്ടോ ചേട്ടൻ വെയിറ്റ് ചെയ്യൂടാ. ഓട്ടോ ചേട്ടന്റെ കാര്യം, ഓട്ടോ ചേട്ടൻ പിന്നെ ഞങ്ങളിതൊക്കെയാ സംസാരിച്ചോണ്ടിരുന്നതെന്ന്. ഒന്നല്ല എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എടുക്കുന്നുണ്ട്, നീ നടന്നോ. ഇപ്പൊ ഇട്ടിറങ്ങണത് ഇതിന്റെ സെറ്റാണത്. അതും ആ വലുതും ഇല്ലേ? മുടി ഇപ്പൊ ഇത് മൂന്നാമത്തെ പ്രാവശ്യട്ടാ. ആദ്യം എന്റെ അടുത്ത് മര്യാദയ്ക്ക് കെട്ടി തന്നതാ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് മറ്റോണം ചെയ്യണം. ഒരു വീണ്ടും മാറ്റി കെട്ടി നേരത്തെ ഞാൻ തന്നെ പറഞ്ഞു, വേണ്ട നമുക്ക് നേരത്തെ കെട്ടി പോലെ ചെയ്യാം. മനസ്സിലായില്ലേടാ, മനസ്സിലായില്ലേടാ നിനക്ക്? എടാ ചിങ്കാരി, ഇന്ന് നിന്നെ കുഞ്ഞിക്കല്യാണോ? കുഞ്ഞിക്കല്യാണം. അതെന്താണ് അത്? വേണോ? അല്ല നല്ല ചേട്ടേ. ഇത് നിന്റെ എന്താ പേഴ്സണൽ എന്റെ പൊന്നടാ ഡിബിനെ, നീ ഭയങ്കരനാണല്ലോ. ഭാര്യയാണ് ഇൻസ്പിറേഷൻ. 1 മണിക്കൂർ ബ്ലോക്ക് കിട്ടുമെന്ന് വിചാരിച്ചു വന്നതാ. പക്ഷെ 1 മണിക്കൂർ നേരത്തെ എത്തി, ബ്ലോക്ക് ഉണ്ടായില്ല. ഞങ്ങൾ ശരിക്കും 11 മണിയാകുമ്പോ എത്തുള്ളൂ എന്ന് വിചാരിച്ചേ. ഞാൻ കാരണം നിങ്ങൾ ഇവിടെ ഉണ്ടാവോ, പോയിട്ടുണ്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടുണ്ടാവോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ മതിയടാ. വലിയ കുട്ടിയായാലും ഒരാഴ്ചയായിട്ടേക്ക് ഒരുമിച്ച് നടന്നു രണ്ടുപേര്. അങ്ങനെ ബ്ലോക്ക് ഉണ്ടായിരുന്ന ബ്ലോക്ക് ഒന്ന് കുറവാർന്നു ബിൻചേട്ടൻ വേഗം വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് തിരക്കുണ്ട്, വേഷം കെട്ട് വേണ്ട, ബ്ലോക്കൊക്കെ വേഗം വിട്ടോളം മന്ത്രിയോട്. അത് നമ്മള് ഡൽഹിക്കല്ലേ വിളിക്കുള്ളൂ. നമ്മളിവിടെ മന്ത്രിയാവും, നമ്മള് ഡൽഹി ആയിട്ടല്ലേ ബന്ധം. നേരെ വിളിച്ചു. ഇത് മറ്റേ ഫ്രോസണിലെ പ്രിൻസസ് ഇല്ലേ, അതുപോലെയല്ലേ? പശു എന്ത് തോന്നുന്നു? അവന്റെ ഡ്രസ് ഇടിക്കണോ? ഫോണിൽ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ നോക്കിയില്ലേ? ഒരാളൊന്നും ഫോട്ടോ എടുത്തോണ്ടിരിക്കുക, സംസാരിച്ചോണ്ട് വേണം ചെയ്യാനായിട്ട്. ഒരാൾ ജസ്റ്റ് ആ സമയത്ത് കൊച്ചിനെ കളിപ്പിക്കാൻ നോക്കുമല്ലോ, നമ്മൾ ചിരിക്കാൻ വേണ്ടി കളിപ്പിക്കാൻ നോക്കില്ലേ, ആ ട്രൈ ചെയ്താൽ മതി. അത് വേണ്ട. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മടിക്കുരുന്നേ
മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, മുടിയൊക്കെ സെറ്റാക്കി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആറാടണം കിടന്ന്. 3 ഡ്രസ് വരാണ്ട് വൈകുന്നേരം അങ്ങോട്ട് പോക്കാ, ധൃതി പിടിച്ച് പോണ്ട, നാളെ കാലത്ത് പോവാം. കുഞ്ഞിച്ചേക്ക എലുമേലെ കുഞ്ഞിച്ചേക്ക. അമ്മാമ്മയുടെ മുത്തവിടെ, അമ്മാമ്മയുടെ സ്വത്തവിടെ, അമ്മാമ്മയുടെ മുത്താര. അങ്ങനെയല്ല കൊച്ചി തിരിഞ്ഞില്ല. ഇത് ഓക്കെ ആണ് കേട്ടോ. അത് ഓക്കെ ആണ്. ഓക്കെ, നിങ്ങൾ വാവേനോടൊന്ന് സംസാരിച്ച്. ഇതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. നിങ്ങളെ വേണമെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോട്ടോ, ഇനിയുള്ള മാമോദിസയ്ക്ക് ഉപയോഗിക്കാം. നിങ്ങൾ വാവനെ നോക്കിയോ, നിങ്ങൾ ആദ്യം വാവനെ നോക്കി ജസ്റ്റ് ഒന്ന് കളിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ തമ്മിലൊന്ന് നോക്കുക. ബ്രോ ജസ്റ്റ് ആ ഫോർഹെഡിൽ ഒരു കിസ് ചെയ്താൽ മതി. അതിലൊന്ന് എക്സ്പെർട്ടാ, അത് കറക്റ്റായി. കപ്പിൾ ഫോട്ടോഷൂട്ടാണോടാ? ബാക്ക് ടു 2 years back. അന്നമ്മ കല്യാണത്തിന്റെ ഓർമ്മകൾ? അതെ അതെ, എല്ലാത്തിലും അതിന്റെ അതേ അല്ലേ. അല്ല, നിങ്ങൾ ഇതിന് വരില്ല, പേടിക്കണ്ട. ഇപ്പൊ കൊച്ചു വന്നതിന് ശേഷം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാം. പിന്നെ കൊച്ചുമായിട്ടുള്ള നല്ല മൊമെന്റ്സിനെ പറ്റി സംസാരിക്കാം. പിന്നെ കൊച്ചുണ്ടായ ആ ഒരു കൊച്ചിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ്. പിന്നെ എന്തെങ്കിലും നല്ല മെമ്മറീസ്, ഭാവി ഉണ്ടായതിനു ശേഷമുള്ള നല്ല മെമ്മറീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ പറയട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. മെയ് 1-നാട്ടോ ഞാൻ മെയ് 1 കഴിഞ്ഞ ഒരു 3 days കഴിഞ്ഞ പിന്നെ ഞാൻ അവനെ കണ്ടുപിടിച്ചൊരു ദിവസം കൂടെയാണ്. അതുകൊണ്ട് മെയ് മന്ത് ഞങ്ങൾക്ക് ശരിക്കും സ്പെഷ്യലാണ്. പിന്നെ അവൻ ലൈഫിൽ വന്നു കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ലേസി ഡോട്ടർ ടു എ റെസ്പോൺസിബിൾ വൈഫ് ടു എ റെസ്പോൺസിബിൾ മദർ. എൻ്റെ ജേർണി ഭയങ്കരമാണ്. ഞാൻ എൻ്റെ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അവനിലോട്ട് മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോയോ എന്നൊരു ഡൗട്ട്. അത് ഞാൻ മാത്രമല്ല, ഡിബിനായാലും നമ്മുടെ പ്രയോറിറ്റീസിനേക്കാളും അവനും ഒക്കെ ആയിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ഇതാണ്. പിന്നെ എവിടേക്കോ നമുക്കൊരു യൂണിവേഴ്സ് സൈൻ തരും എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുപാട് ഗേൾ നെയിംസ് ഒക്കെ കണ്ടുപിടിച്ചാലും നമുക്ക് ഒരൊറ്റ ബോയ് നെയിമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് എന്തായിരുന്നു? നെയ്തൻ. ആ നെയ്തൻ എന്ന് പറഞ്ഞ പേരാണ് നമ്മൾ അവന് ഇട്ടിരിക്കുന്നത്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതെന്നെയാണ് ശരിക്കും ദൈവം തന്നൊരു നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ്. സത്യം പറഞ്ഞോളം എന്താ പറയാ, വയറ് കണ്ട് എല്ലാവരും പറഞ്ഞു ഇത് ബോയ് തന്നെയാ. അങ്ങനെ മനസ്സിൽ കയറിയതാണോ എന്നറിയില്ല. ബട്ട് അവൻ ആദ്യം വന്നപ്പോൾ നമ്മളങ്ങനെ മനസ്സിലാവില്ലല്ലോ, ഐ ഒക്കെ പ്രോപ്പറായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പം അവൻ്റെ നമ്മളെ കാണുമ്പോൾ അവൻ്റെ റെസ്പോൺസും അവൻ്റെ ചിരിയും ഒക്കെ നമുക്ക് ഭയങ്കര വേറൊരു ഇതാ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേരൻസ് എന്താണ് ഫീൽ ചെയ്യണതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞ. അങ്ങനെ ശരിക്കും പറഞ്ഞ അവന്റെ മാമോദിസയാണ്, കല്യാണം അല്ലാതെ എനിക്കറിയാം. എന്നാലും എന്നെ സംബന്ധിച്ച് അവൻ എൻ്റെ കൂടെ രാവിലെ എൻ്റെ മേത്ത് കിടക്കുള്ളൂ. രാവിലെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു മോർണിംഗ് കംഫർട്ട് ടൈം ഉണ്ട്. എഴുന്നേറ്റ് കഴിഞ്ഞ് വേക്കപ്പിന് വേണ്ടൊക്കെ ആ മേത്ത് കിടക്കുമ്പോൾ അവൻ കാണുന്ന സ്വപ്നങ്ങൾ, അവൻ കാണുന്ന ഗിഗ്ലിംഗ് ചിരികൾ, അതൊക്കെയാണ് എൻ്റെ ഇതുവരെയുള്ള ഏറ്റവും കോർ മെമ്മറിയിലോട്ട് കയറിയിരിക്കുന്നത്. മെയിൻസ് ഇത് എന്റെ കയ്യിലെത്തുമ്പോ ഹി ഫീൽസ് ഭയങ്കര സേഫ് ആയിട്ട് നമുക്ക് തോന്നും. അവൻ കാമായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് എനിക്കൊരു എന്താ പറയാ, ഒരു എന്റെ പേഴ്സണൽ അഹങ്കാരം വേണമെങ്കിലും പറയാം. എന്റെ കയ്യിലിരിക്കുമ്പോ ഒരു സേഫ് ആയിട്ട് അവന് തോന്നുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ അല്ല, കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷം. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ. ഗുഡ് മോർണിംഗ്.
സുന്ദരിയായിട്ടുണ്ടല്ലോ, ഗ്ലാമർ ആയിട്ടുണ്ട്. പിടിക്കണല്ലേ അമ്മേ? അവർക്ക് ഉടുപ്പിക്കാൻ അതാണ് എന്നെ ഉടുപ്പിക്കാൻ. പക്ഷെ ഗ്ലാമറായി. പിന്നെ അത് കാരണം ഇത്ര വൈകി. അത് ഒത്തിരി നേരം ഉണ്ട് ഇങ്ങോട്ട് പോരാന്ന് പതുക്കെ മതി കേട്ടോ. ഇപ്പോഴാണ് അമ്മച്ചി സ്റ്റഡി ചെയ്ത്. കാരണം കണ്ട നമ്മുടെ തറവാട്ടിലേക്ക് ഒരു അമ്മാമ്മ വരുന്നു വരി വട്ടിയൊക്കെ പിടിച്ച ഇപ്പോഴാണ് ബഹുമാനന്റെ പിള്ളേർക്ക്. മറ്റേ അമ്മാമ്മ വരുമ്പോഴേ അങ്ങോട്ട് വരട്ടെ, അമ്മച്ചി സുന്ദരി അതിന്റെ. അല്ല ശരിക്കും ഞാൻ വെറുതെ പറയില്ല അമ്മച്ചി, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നിങ്ങളുടെ പെയിന്റൊക്കെ പോകും. ഇന്ന് അന്നമ്മേനി വേനെ ആരും നോക്കില്ല. പിന്നെ ഞാനിവിടെ തന്നെ ചോർക്കോണാ അവൻ ആക്ച്വലി മമ്മാസ് പോയ പറഞ്ഞോളെ അങ്ങനെയല്ല, അവർ രണ്ടുപേരുടെയും ഫേവറേറ്റ് തന്നെയാണ്. ഈ പറഞ്ഞോണ്ട് നമുക്ക് ആൺപിള്ളേർക്ക് അമ്മമാരോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് പറയുന്ന പോലെ എന്നെ കാണുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ചിരിയുണ്ട്. പക്ഷെ ആ ചിരി എന്നോട് ചിരിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് എങ്ങനെ പറയണേന്നൊന്നും എനിക്കറിയില്ല. അവനിത് കുറെ നാൾ കഴിഞ്ഞ് ഈ വീഡിയോ കാണുമ്പോ പല പല കാര്യങ്ങൾ അവന് ഓർമ്മ വന്നേക്കാം, എനിക്കറിയില്ല. അവന്റെ കുഞ്ഞു എല്ലാ ചെറിയ ചെറിയ സാധനങ്ങളും എനിക്ക് എന്താ പറയാ മെമ്മറീസ് ആയിട്ട് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ. ഇപ്പൊ ഫസ്റ്റ് ടൈം അമ്മ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര എനിക്കെല്ലാം ന്യൂ ആണ്, എല്ലാം എനിക്ക് ന്യൂ ആണ്. ഞാൻ അവനിൽ നിന്നാണ് എല്ലാം പഠിക്കുന്നത്. സോ ഞാൻ നല്ലൊരു അമ്മയായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു നീജൻ. ദാറ്റ്സ് യു. മതി. ഞാൻ ഇനി ഫോട്ടോ അല്ലേ വേണ്ട. എന്താ പറ്റിയടാ നമുക്ക്? ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞു. എങ്ങനെയുണ്ടോ അന്ന ചേച്ചി, ചേച്ചിയും ഭാവിയും ഡിബിനും? അടിപൊളി അടിപൊളി അടിപൊളി. സാധാരണ എൻ്റെ ഈ പ്രൊഫൈൽ നല്ലതാ. ഈ പ്രൊഫൈൽ എനിക്ക് ഇപ്പൊ ഒരു ചെറിയ ഏജ് തോന്നുന്നു. പക്ഷെ ഈ പ്രൊഫൈൽ സാധാരണ കൊളാവാറാ പതിവ്. പക്ഷെ ഇത് കൊള്ളാം. സാധാരണ അയച്ചാൽ എൻ്റെ അടുത്ത് പറയാറുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട്. ഇന്ന് അധികം പറഞ്ഞില്ല, അപ്പൊ ഞാൻ പറയിപ്പിച്ചോണ്ടിരിക്കാം ഭംഗിയുണ്ട് ഭംഗിയുണ്ട്. ഇടയ്ക്ക് പറഞ്ഞോണ്ടിരുന്നു. ഒരു രസം. തലമുടി പൂർവശി ഒരുപാട് നീണ്ടായിരുന്നു. ശകലം വെട്ടാൻ പറഞ്ഞപ്പം ബംഗാളിയല്ലേ വെട്ടിയ? ഫുള്ള് വെട്ടിക്കുന്നു. കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. വേറെ കൊച്ചിന് പാൽ കൊടുക്കാൻ പോണു. അപ്പൊ വിശ്വസിക്കട്ടെ. എടി പോരാട്ടാ. ഇതാരൊക്കെ വന്നിരിക്കുന്നത്? ഇന്ന് രാവിലെ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. സെറ്റ്. ഇന്നലെ അവൻ എയർപോർട്ടിൽ കാത്തിക്കണ്ടായിരുന്നു 2 മണിക്കൂർ. അതെ. എടാ ഓക്കെ അല്ലേ? പിന്നെ അങ്കിൾ എവിടെ? അങ്കിൾ ഇവിടെ ഉണ്ടോ? പറഞ്ഞോ. ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ വാവയാണ് നമ്മുടെ നീത്തൻ വാവ. കാരണം അവനും ഞാൻ സ്പെഷ്യൽ ആണെന്ന് തോന്നാറുണ്ട്. കാരണം അവനെന്നെ നോക്കി സ്പെഷ്യൽ ചിരിയൊക്കെ തരാറുണ്ട്. ആർക്കും കൊടുക്കാത്തൊരു സ്പെഷ്യൽ ചിരിയൊക്കെ എനിക്കും തരാറുണ്ട്. ഓക്കെ ആയിരുന്നു അറിയില്ല കേട്ടോ. അറിയാണ്ട് കരഞ്ഞു പോയി. പക്ഷെ പിടിച്ചു നിർത്തി ഞാൻ. എല്ലാം ഓക്കെ അല്ലേ? പിന്നല്ലേ പിന്നെ സെറ്റ്. അമ്മാമനെ മേക്കപ്പ് ചെയ്ത് ഇറക്കിയത് ബിനിയാന്റിയാണോ? ഗ്ലാമർ ആയിട്ടെന്ന് പറയായിരുന്നു. ദൈവത്തിന് സ്തുതിയും മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയെപ്പോഴും ക്യാമറാമാൻമാർ ഒരു വീഡിയോ എടുക്കുന്നു തോന്നുന്നു ഇറങ്ങണേന്റെ. ഇതെന്താ കയ്യില്? ഇവനെ കരയാതിരിക്കാൻ വേണ്ടിട്ടുള്ളതാ. ഇപ്പുറത്ത് മറ്റേ വണ്ടിയിലും കയറാലോ. 2 വണ്ടിയുണ്ട്. അവളെന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഓക്കെ അല്ലടാ? പള്ളി പോവല്ലേ? ഞാൻ ഇവന്റെ വീട് കൂടി
ഇവ പോവല്ലേ പള്ളിയിലേക്ക്? ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. പള്ളിയിൽ നിറച്ച ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഡിബിന്റെ ഫാമിലി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫാമിലി മീൻസ് കസിൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പള്ളിയിലോട്ട് പോവാം. മേരിമാർക്കും സുന്ദരിയായിട്ടുണ്ടല്ലോ. സാരി അഴിഞ്ഞു പോവല്ലോ. അതാണ് എന്റെ പേടി. അപ്പൊ ലെറ്റ്സ് ഗോ ഫോർ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് മാമോദീസ, പള്ളിയിലെ പരിപാടി. ഇതാരാ? എന്റെ അപ്പാപ്പനും അമ്മമ്മയും. നടക്ക്. ഇന്ന് നമ്മൾ വളരെ സന്തോഷമുള്ള ഒരു ശുശ്രൂഷയിലാണ് പങ്കെടുക്കുന്നത്. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ, മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. ഗൈസ്, നമ്മള് നമ്മുടെ കസിൻസിനെയൊക്കെ ഹോളിലേക്ക് പറഞ്ഞു വിട്ടു. ഇവൻ നല്ല കരച്ചിലായതുകൊണ്ട് പള്ളിയുടെ അകത്ത് മാമോദീസ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവനെ പാലൊക്കെ കൊടുത്ത് കൂളാക്കിയിട്ട് ഇപ്പതേ അൽത്താരയുടെ അവിടെ വിരിച്ച് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാണ് അവനെ. ഇതിപ്പോ ഗോഡ് പാരന്റ്സ് ആയിട്ട് എന്താ തോന്നുന്നത്? അച്ഛൻ പറഞ്ഞ പോലെ കൊച്ചുമകൻ്റെ ഉത്തരവാദിത്വം, അവരുടെ ഭാവിയിലെ പറ്റിയുള്ള ഉത്തരവാദിത്വം, അവരുടെ സ്നേഹത്തിൽ വളർത്തുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വം, ദൈവികതയിൽ വളർത്തുക എന്ന് പറയുന്നത് രണ്ടൊന്നും ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. സന്തോഷം തോന്നുന്നുണ്ട്. അതിനൊക്കെ ഒരു അനുഗ്രഹം കിട്ടട്ടെ. കൊച്ചു നല്ലതായിട്ട് വളരരുതെന്ന് പ്രത്യേകം പ്രാർത്ഥന. കറക്റ്റ് അല്ലേ ഫോട്ടോ? ക്യാമറമാനി പെട്ടെന്ന് വേണം, അവിടെ ഒരുപാട് സമയം, നമുക്ക് സമയം തന്നിരിക്കും 12:30. സെറ്റായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പള്ളിയിലത്തെ പരിപാടികൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹാളിലേക്കാണ് ഗൈസ്. പൊളിക്കും. മറന്നില്ല. അത് ഞാൻ പിടിക്കാം. വേണ്ട, ഇങ്ങനെ ചുമ്മാ അടിച്ചാൽ മതി. അത് പിടിക്കാന്നേ. പപ്പേനെ വിളിച്ചു നോക്കണോ? ഉണ്ട്, പറഞ്ഞു കേക്കാം. എടുക്കുന്നുണ്ട്, അവര് എടുക്കുന്നുണ്ട് തന്നെ. പറയാനില്ല ചേച്ചി, ഒന്നും പറയാനില്ല. അതെന്താ ഒന്നും പറയാനില്ലാത്ത? അയ്യോ, ഒരു ടെൻഷൻ അടിച്ച പരിപാടിയാണ് മാമോദീസ. കല്യാണം ഇത്ര ടെൻഷൻ ഉണ്ടെന്ന് ഞാൻ പറയില്ല. ടെൻഷൻ ഇല്ല. നിങ്ങളുടെ കെട്ടിയോനെവിടെ? പാപ്പനെ കൊണ്ടാക്കാൻ പോയി. വാവ എവിടെ? AC ഒക്കെ കൊണ്ട് ഒന്ന് കൂളാക്കിയിട്ട് വരാന്ന് വിചാരിച്ചു. കൊച്ചിന്റെ വിശപ്പൊന്ന് മാറ്റട്ടെ. കൊച്ചി നല്ല വിശപ്പില്ല എന്റെ മോനല്ലേ. ചേച്ചി വെക്കോ, ഞാൻ തുടങ്ങാം. നമ്മൾ ആക്ച്വലി ഒരു പ്രാവശ്യം പറഞ്ഞത് വീണ്ടും അയച്ചിട്ട് റിപ്പീറ്റ് അടിക്കാൻ പറയും. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഷോൺ ചേട്ടനും സെറ്റപ്പ് ആക്കാണ്ടേ കാര്യങ്ങള് ചൂടാക്കാനുള്ളത്. അവിടെ AC അല്ലേ, അപ്പൊ അതിന്റെ അകത്ത് ചൂടാക്കാനുള്ള ലിക്വിഡ് എടുക്കാൻ പോവാ. അടിപൊളി. ബൈ സ്റ്റാൻഡർ ആണ്. നമസ്കാരം. എല്ലാം ഓക്കെ അല്ലേ? ഹാളെല്ലാം അല്ല ഓക്കെ. നമ്മുടെ ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ സൂപ്പർ. ഫൈനലി അല്ല, ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അതെ, തോട്ടില്ലെങ്കിൽ റിട്ടേൺ ഗിഫ്റ്റ് ഒന്നും ഇവിടെ ഇല്ല. നിന്നെ പറ്റി എത്ര ചർച്ചയാണെന്നറിയോ? തോട്ടി മാട്രിമോണിയിൽ കൊടുക്കണ്ടോ? മാട്രിമോണിയില്ല. നല്ല വിശേഷം. നല്ല ഭംഗിയുണ്ട് മുടിയുടെ. തകർത്തല്ല, മോഡലായല്ലോ.
ഡോക്ടറെ നിങ്ങളുടെ ക്യാൻറ്റീനിലേക്ക് ആരെയും കണ്ട പോലീസ് അറസ്റ്റ് പാവണ്ട് ഞങ്ങളുടെ മുടിയൻ അതിന് തിരിച്ചെടുക്കണം ജോലിക്ക് 50 രൂപയുടെ ചെറുതായിട്ട് 35 രൂപയ്ക്ക് കൊടുത്തുപോയി. എത്ര നാളത്തേക്ക്? ഒരു മാസമൊക്കെ. സോറി ഞങ്ങൾ വെട്ടൊക്കെ കൊണ്ടിരിക്കുന്നത്. ഗ്ലാമറായിട്ടുണ്ടല്ലോ ചുരിദാറൊക്കെ ഇട്ടിട്ട്. ബിജോ ബ്രോ ചെസ്റ്റിനെ പുറത്തേക്ക് വരണോ? നമസ്കാരം. അത് രണ്ടെണ്ണം അടിച്ച്. അങ്കിള് ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. അങ്കിളിന്റെ അതേ കളർ ഡ്രസ്സാണ് ഇട്ടിക്കുന്നതിന് ഒരു പച്ച. ഓ ബിജോ ബ്രോ എല്ലാം ഓക്കെ അല്ലേ? അടിപൊളി. ഞങ്ങൾ ആദ്യത്തെ സമ്മാനം ഇല്ല ഫസ്റ്റ് എത്തുന്നവർക്ക്. പള്ളിയിൽ വന്നെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയി പോയി. അതെ ഗ്ലാമർ കണ്ടിട്ട് ആന്റി ഒരു മുഖത്തൊരു തെളിമ. തിരിച്ചു പറയാൻ നമ്മുടെ മാമുദീസ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാൻ നമ്മളൊക്കെ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ മാമുദീസയുടെ ബാക്കി പരിപാടികൾ തുടങ്ങുന്നതായിരിക്കും. നമ്മുടെ ആങ്കർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇത്ര നേരത്തെ കയറി നിൽക്കുന്ന സത്യത്തിൽ എല്ലാരും കാണിക്കാനല്ലേ? എല്ലാരും വന്നു. തുടങ്ങട്ടെ? തുടങ്ങാൻ പോവാ. തുടങ്ങാണോ? ഓൾ ദി ബെസ്റ്റ്. അന്ന ചേച്ചിന് പാട്ട് പാടാൻ വിളിക്കുക. അന്ന ചേച്ചി പാട്ട് പാടുന്നുണ്ട്. വരാൻ പറ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഘോഷത്തിന് ഒത്തിരി മീനിങ് ഫുൾ ആയ ഒന്നാണ്. ഇന്ന് നമ്മുടെ കുര്യേച്ചൻ അതായത് നമ്മുടെ നേതൃത്വത്തിൽ കുര്യാക്കോസ് എന്ന മാമോദീസ നാമം സ്വീകരിച്ച് കാര്യം എനിക്ക് ലിവിന് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊരു ആഗ്രഹം സന്തോഷമായിരുന്നു. ഞാൻ ഇതിലോട്ട് ചുരുക്കി പോയോ എന്ന് സംശയം. എന്റെ എല്ലാ കാര്യങ്ങളും ഇവള് നന്നായിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങളുടെ ഡ്രൈസ് ഒന്നും വേണ്ട. പുതിയ പുതിയ ടെക്നോളജി അറിവുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് അവിടെ ഈദൽവാ വന്നപ്പോഴൊരു നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇവൻ വന്നപ്പോ എനിക്കൊരു അമ്മയായ ഫീല്, എന്താ പറയാ, ഭയങ്കര. ഇവ ഒരു ഫോട്ടോ എടുക്കാൻ വരാൻ ഗൈസ് അങ്ങനെ നമ്മുടെ സ്റ്റേജിലെ കേക്ക് കട്ടിങ്, ലൈറ്റിങ് അതൊക്കെ കഴിഞ്ഞു. ഓ ഇത് സ്ത്രീകളുടെ സൈഡാല്ലേ? അപ്പുറത്തേക്ക് ഇഷ്ടമായോ നിനക്ക്? അടിപൊളിയാണോ? അടിപൊളിയാണ്. പക്ഷെ എടുക്കാനായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ സൂപ്പറായിട്ടുണ്ട്. ഇത് വേറെ വെറൈറ്റി ആ രാത്രി കത്തോട്ടോ ലൈറ്റൊക്കെ അടിപൊളി. എന്തല്ല സെറ്റല്ലേ? അയ്യോ അജയ് ഭായ് അടിച്ചു മോനെ അടിച്ചു. രണ്ടുപേരും ഒരേപോലെ ഉണ്ടല്ലോ. വെള്ളരി പ്രാവുകൾ. നീ എന്താ മോശം? യൂട്യൂബിൽ വരണമെന്ന് പറയാമേ. വന്നിരിക്കും. ഫുഡ് എങ്ങനെയുണ്ട്? ടേസ്റ്റി ആണോ? നല്ല ഫുഡാണോ? അടിപൊളിയാണോ? കേക്ക് മേഘ എന്നുള്ള പേരിലേക്ക് അന്നേരോട് ചോദിച്ചാൽ കേക്ക് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ജോക്കുട്ടിന്റെ പേരിൽ കേക്ക് എടുക്കാൻ വേണ്ടി ഇരിക്കുവാണ് മേഘ. മേഘയ്ക്ക് കല്യാണം പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണേ. ആണോ? മേഘ സത്യമാണോ? ചെറുതായിട്ടും ജൂലിലെ കല്യാണം കഴിച്ചിട്ട് ശരിക്കും പേര് അടുത്ത പ്രാവശ്യം. എന്താണ് ഗാഢമായി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത്? ഓ അഡ്മിഷന്റെ കാര്യങ്ങള്. മോനെ ഇവന്റെ അടുത്ത് നിന്നാണോ അഡ്വൈസ് വാങ്ങുന്നത്?
ഷുജി ആന്റി കണ്ടില്ലല്ലോ. ആദ്യം അന്വേഷിച്ച ഷുജി ആന്റിനെയാ പള്ളിയില്. ഞാൻ മേക്കപ്പ് ഇടാനായിട്ട് ഇത്ര ലേറ്റ് ആയി പോയി. അതാണ്. അപ്പൊ കുഴപ്പമില്ല. അങ്കിളെ സെറ്റല്ലേ? ചേച്ചി ഒന്നും ചോദിക്കണില്ല. ഞാൻ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യട്ടെ, അടുത്ത ഗാനം ഡിജി ഡിബേറ്റ്. ഇത് പാടും. ഡിജോയുടെ മൊത്തം ക്ഷീണം കാണില്ലേ? എന്താ ആന്റി ഫുഡ് കറക്റ്റായി കൊടുക്കണമെന്ന് തോന്നുന്നു. നമ്മുടെ ചെക്കന് ഇത്തിരി ക്ഷീണം പോലെ. അതിപ്പോ വർക്ക് ഇച്ചിരി കൂടുതലല്ലേ? വീരേട്ടനെ ഡിജോ വിളിച്ച് അടുത്ത് നിർത്തുന്നു. പൊക്കി പറയാൻ ഡിജോനെ കുറിച്ച് പൊക്കി പറയാൻ ആരും പൊക്കി പറയലോട്. സ്വന്തം ടീംമേറ്റ്സ് ഒരു മോശമായിട്ടാ പറയണത്. പാവണി ചോറ് ഇത്ര അടിപൊളിയായിട്ടുള്ള പയ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗുലാബ് ജാം മേടിച്ചാ അടുത്തോളാം. ക്ഷീണുണ്ടല്ലോ. അവള് മിനിയാന്ന് വാക്സിൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. ക്യാമറയുടെ പിന്നിൽ മാത്രമുള്ള അന്ന് ചെറുപ്പത്തിലെ ഇവയുടെ അവിടെ കുളിഞ്ചോട്ടിൽ നിന്ന് മറ്റേ മണ്ണപ്പം ചുട്ടി കളിച്ചപ്പോ അന്നറിയില്ല ഇവ എത്ര വലിയ യൂട്യൂബർ. ഐസ്ക്രീം സെലിബ്രിറ്റി സെലിബ്രിറ്റി അന്ന് ഇവയ്ക്കുള്ള കളിക്കൂട്ടാരെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഞാനാക്കിയൊക്കെ ഉള്ളു. ഇതെന്റെ കാണാറുണ്ട് വീഡിയോ. പേര് സെലിബ്രിറ്റി. അതല്ല, ഇവര് കോമഡി അടിക്കുമ്പോണ്ട് വന്നോതി എനിക്ക് കോമഡി ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഇവര് ചോദിക്കും നീ എന്താ ചിരിക്കാത്ത? മറ്റേ സ്നേക്കിനെ എന്താ ഒരു കള്ള ലക്ഷണം. ഞങ്ങളെ കൊച്ചിന് ഭക്ഷണം എടുക്കായിരുന്നു. പറ്റി ചോദിക്കായിരുന്നു. അയ്യോ തോന്നിട്ടല്ലേ. ഇവിടെ ഇവിടെ താറാട്ട് പറഞ്ഞു കണ്ടു. പരിപാടി വളരെ മനോഹരമായിരുന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ചേട്ടാ അല്ല, ഇന്ന് നിങ്ങക്ക് വല്ല ഡാൻസ് പരിപാടികൾ നടത്തായിരുന്നില്ലേ? അതേ സ്റ്റെപ്പ് അതേ ആൾക്കാര് അതേ ഇവളുടെ കല്യാണത്തിനോട് മാറ്റി വെച്ചേക്കും ആ സ്റ്റെപ്പ്. സെയിം ഡാൻസ്, സെയിം ആൾക്കാര്, വൈബ് വേറെ, ഡ്രസ്സും വേറെ. അതിന് പിന്നെ തോട്ടിയുടെ കല്യാണമായിരിക്കും. ജിറ്റിയുടെ കല്യാണമായില്ലേ? ഉറപ്പിച്ചു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ എത്രയോ വർഷം മുമ്പല്ലേ 10-20 അന്ന് ഈ സോമച്ചൊന്നും അറിയിട്ടില്ല. താങ്ക് യു വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ വിൽമാന്റെ ഡാഡിയും കണ്ട് വിഷ് ചെയ്താ ഹാപ്പി ബർത്ത്ഡേ വിൽമേ. താങ്ക് യു സോ മച്ച്. ആന്റിനെ കളിയാക്കണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സ്നേഹം കൊണ്ട് പറയുന്നത് ഇത് നമ്മുടെ ഡോക്ടർ, ഇത് ഡോക്ടറിന്റെ അമ്മയാട്ടോ. ഡോക്ടർക്ക് ഒരു യൂട്യൂബ് തുടങ്ങി കൂടെ. എല്ലാരും പറയണ്ട്. ചിരിക്കാനുള്ള ധൈര്യമില്ല. മേബിളിന്റെ കൂടെ പുറത്ത് പോവാൻ പറ്റില്ല. മേബിളിന്റെ ഫാൻസ്. ഈ ചുരിദാർ അവിടെ നമ്മളുടെ അടിപൊളി സാധനം. ഇത് അന്നമ്മയുടെ ഒരു കൂട്ടുകാരി ഉണ്ടാക്കിയതാ. ബട്ടർ അങ്ങനെ എന്തോ സാധനം. ബട്ടർ, കോഫി ഫ്ലേവർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ട് ഇടയ്ക്ക്. പരിപാടി എങ്ങനെയായിരുന്നു അന്നമ്മേ? അടിപൊളി. ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അന്നമ്മ കോർഡിനേറ്റർ പരിപാടി അടിപൊളിയായിരിക്കും. റിട്ടേൺ ബോക്സ് കണ്ടോ? ഗിഫ്റ്റ് ബോക്സ്, ഒരു മാലയ്ക്ക് ഒരു കൊന്തി. അടിപൊളി, ലവ് ഇറ്റ്. അമീൻ ഫിഷ് മോളിയുടെ മീൻകറി അടിപൊളിയാണ്. ഞാൻ എല്ലാം വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഗീ റൈസ് കുറച്ചെടുത്തു, ചോറിനെടുത്തു.
പക്ഷെ എനിക്ക് അച്ചേട്ടാ അങ്ങനെ പറയാൻ കഴിവൊന്നുമില്ല എനിക്ക് ചേച്ചി സ്കില്ല് നമുക്ക് ഇല്ലാണ്ട് ഇപ്പോഴും. ഇതാണ് എന്റെ അനിയൻ അലക്സ് അച്ചുമാമൻ. നീ ഇവൻ ഷില്ലോങ്ങിൽ എവിടെയാണ് പഠിക്കണേ? ഷില്ലോങ് അഡ്മിഷൻ കിട്ടിയത് നേർത്തിട്ടില്ല. അയ്യ വെറുതെ ഷില്ലോങ്ങിൽ പോയി മല കയറി ഇരിക്കാനല്ല. അയ്യാണ് പഠിക്കാൻ പോണ കൊച്ച്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ്. എൻ്റെ തലോട്ടമോ ഞാൻ ഇന്ന് വരുമ്പോഴും എനിക്ക് എൻ്റെ കണ്ണു നിറഞ്ഞ അവനെ കാണുമ്പോൾ പറയണം. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അവനങ്ങ് പോകുന്നില്ലേ. അല്ല അങ്ങനെയല്ല, ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ബാക്കി കാണിച്ചിട്ട് ഞാൻ അവനെ ഓർക്കാറുണ്ട്. കണ്ടറിഞ്ഞു ആന്റണി കാണണ്ട, പക്ഷെ ഞാൻ അവനെ ഓർക്കാറുണ്ട്. ആന്റണിനെ ഓർക്കാറില്ല. ആന്റണിനെ അത്ര ഓർക്കാറുണ്ട്. IIM ആണ് പഠിക്കാൻ പോണത്. വെറുതെ എവിടെയാടാ? ഷില്ലോങ്ങിൽ. വെറുതെ മല കയറി ഇരിക്കാനല്ല. എന്തിന്? ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത് അശരീരി പോലെ കേട്ടോണ്ടിരിക്കണം. ചില്ലറക്കാരനല്ലെന്ന് ധരിക്കണ. വേറൊരു ബാംഗ്ലൂരിലെ MCA കാരൻ. അല്ല, അപ്പൊ MCA M കുറയുമ്പോഴാ ഡിമാൻഡ് ആവണേ. ഇതൊന്നുമില്ല, നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. വേറെ ഒറ്റ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം, ഗിഫ്റ്റ് കിട്ടുമ്പോഴാണല്ലോ സന്തോഷം കിട്ടുന്നത്. അത്രേ ഉള്ളൂ. അത് അങ്ങനെ ഒരു ഗിഫ്റ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങൾക്കുണ്ടോ ഗിഫ്റ്റ്? പിന്നെ നിങ്ങൾക്കില്ലേ പിന്നെ ആർക്കാ ഗിഫ്റ്റ്? അപ്പൊ അങ്ങനെ തന്നെ. താങ്ക് യു സോ മച്ച് അങ്കിളെ. താങ്ക് യു സോ മച്ച്. സന്തോഷം. താങ്ക് യു. അല്ല, അവരോട് സർവീസും എല്ലാം നന്നായിരുന്നു, ഫുഡും നന്നായിരുന്നു, താങ്ക് യു എന്ന് പറഞ്ഞാൽ എല്ലാരും വെറുതെ ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരോടും ഒരുമിച്ചൊരു താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇനി കാണാം. സന്തോഷമായി. യാത്ര പോട്ടെ. യാത്ര പോയി വരാം. കേട്ടോ, നാളെ പറഞ്ഞേ കേട്ടോ. ആ, നിന്റെ എനർജിക്ക് ഒരു കുറവില്ലല്ലോ മോനെ. ഡിബിനെ എനർജി തീർന്നു മോനെ. പറ്റിയ ഇത് ഇവിടെ വെച്ചോട്ടെ, ഇവിടെ വെച്ചോ. ഡിബിനെ നീ ലാലേട്ടനാ പറഞ്ഞോടാ ശരിയാക്കിയത്. ഓണത്തിനിടയ്ക്ക് പുട്ടി കച്ചവടം കേട്ടോ നീ? അതാണ് ഈ നടക്കണത്. അവിടെ ഫാമിലി ഫോട്ടോഷൂട്ട് നടക്കും, ഇവിടെ സിംഗിൾ ഫോട്ടോഷൂട്ട് നടക്കും. അതാണല്ലോ, അത് വേണം നമുക്ക്. ഇങ്ങനെ ബാക്കിന്ന് ഒരു ഫോട്ടോ. ഇതില്ലേ ഈ കൈ മാത്രം ഇവനെന്നെ പിടിച്ചിരിക്കുന്നത് മാത്രം ഇവിടെ. ഓ, ഡിബിന്റെ രക്ഷാകരമായ കൈകൾക്കുള്ളിൽ സേഫ് ആണ്. പ്രൊട്ടക്ഷൻ. അതെ, അങ്ങനെ ഫൈനലി നമ്മളുടെ മാമുദീസ പരിപാടികളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വ്ലോഗ് നിങ്ങളുടെ മുമ്പിലേക്ക് വരണതെന്ന് നമുക്കറിയില്ല. കാരണം പല ശബ്ദങ്ങളുടെ ഇടയിൽ വെച്ചാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നോയ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ കുറേ ഇമോഷൻസ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുമാത്രം അത് നന്നായിട്ട് വരും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു ചെറിയ വിശ്വാസമുണ്ട്. നീ നിനക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, അവൻ നല്ല ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ട് വളരട്ടെ, നല്ല മോനായിട്ടിരിക്കട്ടെ. കുറെ നാൾ കഴിഞ്ഞ് അവൻ ഈ വ്ലോഗ് കാണുമ്പോൾ അവനും ചെറിയൊരു ചിരി വരാൻ സാധിച്ചാൽ നമ്മൾ കൃതാർത്ഥരാണ്. അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന നമ്മളോടൊപ്പം ഉണ്ടാവണം. എന്റെ ബ്ലൗസ് എങ്ങനെയുണ്ട് ഗൈസ്? അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഗൈസ്, അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ.